പോലെ ഉയർന്നു നിൽക്കുന്ന ചില ആളുകളാണ്. അപ്പം അവരെ കുറിച്ചൊക്കെ എന്നെപ്പോലെ നിസ്സാരന ഒരാൾ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ 6 ഇഞ്ച് സ്കെയിൽ കൊണ്ട് ഹിമാലയം അളക്കുമ്പോഴുള്ള ഒരു വിഡിത്താവും എനിക്കറിയാം. ഞാൻ കുഞ്ഞിപ്പെരുപ്പാപ്പനെയും മമ്മിനാജിയെയും പുത്തമ്പരുപ്പാപ്പനെയും ഒന്നും കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ കണ്ട ഒരു പാപ്പുണ്ട്, അമ്മോട്ടി പാപ്പൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യ എൻ്റെ വല്യാപ്പയുടെ പെങ്ങളല്ല. അമ്മൂട്ടി പാപ്പ ഞാൻ കാണുന്ന സമയത്ത് പ്രായം കുറേശ്ശെ ശരീരത്തിൽ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏറ്റവും നിഷ്കളങ്കമായ ശുദ്ധ ഹൃദയനാണ്. ചില സമയത്ത് പെട്ടെന്ന് കോപിക്കും. ക്ഷിപ്രകോപിയാണ്, അതുപോലെ തന്നെ ക്ഷിപ്രപ്രസാദിയുമാണ്. ആ കോപമൊക്കെ നിലക്കൊരു കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ മനസ്സലിയും. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് പറഞ്ഞാലും അദ്ദേഹത്തിൻ്റെ ഒരുപാട് പണിക്കാരുണ്ട്, കുടുംബക്കാരുണ്ട്, നാട്ടുകാർ. ആർക്കും അതിനൊരു ഇഷ്ടങ്ങളില്ല. അതെല്ലാവർക്കും ഒരു സ്വന്തം ഒരു വാപ്പ പറഞ്ഞതുപോലെ മാത്രമേ തോന്നുള്ളൂ. ചെറുപ്പത്തിൽ ഒരു ദിവസം പാപ്പ കോഴിക്കോട്ട് പോയി. കണ്ടപ്പോഴത്തെ കാക്കനെയും കൊണ്ട്, ഈ 10 വയസ്സായ കുട്ടിയെയും കൊണ്ട്. അങ്ങനെ ഏതൊരു സ്ഥലത്ത് ഇരുത്തിയിട്ട് നിസ്കരിക്കാനാണോ ഇനിയിപ്പോൾ കൊപ്പരൻ്റെ പൈസ വാങ്ങാൻ പോയതാണോ പാണ്ഡ്യ, ഒന്നും എനിക്കറിയില്ല. ഈ ഇവിടെ തന്നെ ഇരിക്കണം കേട്ടോ മോനെന്ന് പറഞ്ഞാൽ പോയത്. അപ്പോൾ കാക്കൻ്റെ സ്വഭാവം അനുസരിച്ച് കാക്ക അവിടെ അടങ്ങിയിരിക്കുന്ന ആളല്ലല്ലോ. അങ്ങനെ കുറേ നാളിൽ എങ്ങോട്ടോ എത്തി. പിന്നെ പാപ്പ തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് മകൻ സ്ഥലത്തില്ല. രസമായി ഫോൺ സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ. കുറേ അതിലൊക്കെ ബേജാറായി നടന്ന്. അപ്പോൾ അന്ന് ബസ് സർവീസ് ഉണ്ട്, കുറഞ്ഞ ബസ്സുകൾ, സ്റ്റാൻഡൊന്നും. അത് റോഡിൽ കൂടി ഇങ്ങനെ പോവുക. പടനിലം, കൊടുവള്ളി, താമരശ്ശേരി, മടവൂരൊക്കെ ആരുണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ പോകുമ്പോൾ പാപ്പ ഈ കയറി പുത്തണ്ടിയിൽ വന്നപ്പോൾ മാമ ചോദിച്ചു, അല്ല മോനെവിടെയെന്ന് ചോദിച്ചു. അപ്പം വളരെ ശുഭാപ്തി വിശ്വാസത്തോടു കൂടി പാപ്പ പറഞ്ഞു, ഓൻ എൻ്റെ മോനാണ്, ഓൻ ഇവിടെ എത്തിക്കോളിക്കും, ബേജാറാണ്ട. പക്ഷേ വെട്ടതല്ലൊക്കെ സഹിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ എന്ത് പണിയാൻ വെച്ചാൽ ചെയ്ത എൻ്റെ മോനെവിടെ. ഭയങ്കര വിഷമമായി. പാപ്പ പതറിയില്ല. പക്ഷേ പള്ളിയിൽ പോയി ചിലപ്പോൾ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും, നമുക്കറിയില്ല എന്താ സംഭവിച്ചത്. അക്കാക്ക് തന്നെ പല പ്രാവശ്യം എന്നോട് പറഞ്ഞാണ്. അങ്ങനെ അന്നൊക്കെ ഇന്നത്തെ മാതിരി അങ്ങോട്ട് ആളെ വിടാനല്ലോ. കോഴിക്കോട്ടൊക്കെ എത്ര നല്ല ബുദ്ധിമുട്ടാണ്. കളവണ്ടിയിലൊക്കെ പോയി എപ്പോഴെത്തുന്നത്, അടുത്ത ബസ് എപ്പോഴാണ് വരികയെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഏകദേശം ഒരു യശാനോടടുത്ത സമയമായപ്പോൾ പോത്തുകണ്ടിയിൽ വീടിന് മുമ്പിൽ ഒരു കാളവണ്ടി വന്ന് നിർത്തി. അപ്പോൾ ഈ കുട്ടിയെ എപ്പോഴും ഈ റോഡിൽ കണ്ടു പരിചയമുള്ള ഒരു വണ്ടിക്കാരാണ്. ആ മോന് പോത്തുകണ്ടിയുള്ള ആളെന്ന് പറഞ്ഞങ്ങനെ കെട്ടിച്ചാണ്. കാക്ക വളരെ ഹാപ്പിയാണ്. അവർ വാങ്ങിക്കൊടുത്ത് പഴമൊക്കെ തിന്ന്. കയ്യിലൊരു ബെല്ലുണ്ട്, 1-2 നേന്ത്രപ്പഴമുണ്ട്. വളരെ ഉഷാറ്, വളരെ വിലാസമായിട്ടാണ് നടക്കുന്നത്. ആ മോനെ കൊണ്ട് വിട്ടു പോയിക്കോളും. ഞാൻ പോയിക്കോളും. അങ്ങനെ നേരെ അവിടെ ചെന്നു. അപ്പോൾ അന്ന് മമ്മിക്കായും മൂസക്കായും ഒന്നും ജനിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാട്ടുകുടി എളാപ്പനെ ഞാൻ വിളിക്കുന്ന മൂസക്കോയിൽ ജിബിൻ്റെ ഉപ്പയും അർമാൻജാജും ഉണ്ട്. അവർ ചെറിയ കുട്ടികളാണ്. അപ്പോൾ അവരൊക്കെ കാക്ക അവിടെ പോയി ഭയങ്കര എന്താ ശരിക്കും മനസ്സിലാകുന്നൊന്നുമില്ലെങ്കിലും ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഇക്കാക്കൻ്റെ വരവ്. അപ്പോൾ പാപ്പ പറഞ്ഞു, ഞാൻ എന്നോട് പറഞ്ഞില്ല കുട്ടിയോ ഭാര്യ കുട്ടിയോ എന്നാ ചിലപ്പോൾ വിളിക്കാം. അവരവിടെ എത്തിക്കോൾ, എൻ്റെ മോനാണ്. അപ്പോൾ ആ അള്ളാവിലൊക്കെ ആ വരം ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു രീതി ഇത് പാപ്പൻ്റെ പല കാര്യത്തിലുണ്ടായിരുന്നു. ഞാനൊക്കെ ചെറുതാണ് അവിടെ ഞങ്ങളൊക്കെ. പക്ഷേ ഞങ്ങൾക്ക് ഓർമ്മയുണ്ട്, ഈ പള്ളി പിടിച്ചെടുക്കണം ചിലർക്ക്. ഇപ്പോഴും പള്ളിയുടെ ഭരണമൊക്കെ കിട്ടണം എന്നൊക്കെ ആഗ്രഹിച്ച ചില ആളുകൾ ഉണ്ടാവും. അതാണ് നിൽക്കട്ടെ. അപ്പം അങ്ങനെ അന്നൊക്കെ KS ഹുസൈൻഖാണ് കോടതി. ഹുസൈൻഖാൻ്റെ അടുത്ത് നിന്നിട്ട് കുറേ ആൾക്കാർ ചെന്ന് പറഞ്ഞ്, അത് നമുക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും കൂടി ഉള്ളൊരു പള്ളിയാണ്, അങ്ങനെ ഒരു കുടുംബം അങ്ങനെ കൈയടിച്ച് വെച്ചാൽ ശരിയാവില്ല. അപ്പം BP മൊയ്തീൻ എൻ്റെ
സ്വന്തം മൊയ്തീൻ്റെ പേരിൽ നമ്മൾ ആ സിനിമയിലൊക്കെ ഉള്ള BP മൊയ്തീൻ്റെ വാപ്പ ഉണ്ണിമയ്ക്കാൻ്റെ പെങ്ങളാണ് താഴത്തെ മാമ. അദ്ദേഹം നല്ല ഒരു കുട്ടികളായിട്ട് എപ്പോഴും കളിക്കുന്ന ഒരാളാണ്. അദ്ദേഹം അവിടെ ഉണ്ട്. പക്ഷെ ആ തലേന്ന് അളിയൻ്റെ താഴത്തെ സിൻബാബനെ ചെന്ന് കണ്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. കാരണം മമ്മിയാജി എന്ന ഒറ്റ വ്യക്തി അള്ളാഹുവിൻ്റെ തൃപ്തി മാത്രം ലക്ഷ്യമാക്കി ഒറ്റയ്ക്ക് വഖഫ് ചെയ്ത സ്ഥലമാണ് ആ ഖബർസ്ഥാനും പള്ളി. അതിൽ മറ്റാർക്കും അവകാശമില്ല. ഊർക്കങ്കണ്ടിയിൽ കുടുംബത്തിന് മാത്രമേ അവകാശമുള്ളൂ. അപ്പോൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഇനിയൊക്കെ അവിടുത്തെ അപ്പോൾ ഉപ്പാപ്പ അങ്ങോട്ട് ചെല്ലണമെന്ന് പറഞ്ഞു. ഉപ്പാപ്പ ഒരു താല്പര്യമൊന്നുമില്ല. എന്തിനപ്പോൾ എൻ്റെ ഒരു സാധനം ഇൻ്റെതാണ് അല്ലാതൊരു കുട്ടികൾ ഇൻ്റാണ് തെളിയാൻ ഞാനങ്ങോട്ട് പോയിട്ട് കാര്യമെല്ലാം തന്നെയാണ്. പക്ഷെ എളാപ്പ കാട്ടുപിടി എളാപ്പ അപ്പം നമ്മൾ പോവാം. അങ്ങനെ ബാബുസിനെ കൊടുത്ത് അവിടെ ചെല്ലുന്നു. അപ്പോൾ ആധാരക്കെട്ടുകളൊക്കെ പരിശോധിച്ച് നീക്കാ പറഞ്ഞ് ഇത് അമ്മൂട്ടിപ്പാപ്പൻ അമ്മൂട്ടി അല്ലേനാണ്, വേറെ ആർക്കും കൈ കടത്താൻ അവകാശമല്ല. നമ്മൾ വെറുതെ അദ്ദേഹത്തെ കൊണ്ട് വിളിച്ചു വരുത്തി. പാപ്പ ഒന്നും വേണ്ടിയില്ല, കൂളായിട്ട് എനിക്ക് പോകാമെന്ന് വെച്ചോ. പോകാനാശം നമ്മൾ പോകാമെന്ന് പറഞ്ഞിട്ട് പോരാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവത്തിൻ്റെ ഒരു നിശ്ചയദാർഢ്യ ഒരു പ്രത്യേകതയാണ്. എല്ലാം ഒക്കെ തവക്കൽക്കെല്ലാം തന്നെ ചിന്തകളുകൊണ്ട് ഒന്നിനെയും അദ്ദേഹം പൂസിയില്ല എന്നുള്ളതാണ്. ഇതുപോലെ മറ്റൊരു സംഭവം ആ കാലത്ത് ജമാഅത്ത് മുജാഹിദ് പ്രസ്ഥാനങ്ങളൊക്കെ നാമ്പെടുത്ത് വരുന്നതാണ്. സുബൈറിൻ്റെ പാതകാപ്പാണ് കാക്കി ഇവിടെ കുഞ്ഞാണ്ടിക്കായി അരിയ മൂസക്കായൊക്കെ ഉണ്ട്. അവരുടെ ജമാഅത്ത് ആശയങ്ങളോട് കുറച്ചൊക്കെ ഒരു അഭിമുഖിക്കേണ്ട സമയമാണ്. അപ്പം ഒരു കിംവദന്തി പറഞ്ഞു ഭയപ്പെടുന്നതിൻ്റെ ഭാഗത്തൊക്കെ എന്ത് ഇവിടെ ഈ പള്ളിയിൽ പുതുക്കൊക്കെ മലയാളത്തിലാക്കാൻ പോവുകയാണ്, നമ്മളെ പഴയ പരിപാടിയൊക്കെ നിർത്തിയൊക്കെ പുത്തൻ വാദികളുടെ കയ്യിലാകാൻ പോവുകയാണെന്നൊക്കെ. അപ്പോൾ മലയിലെ മൂസലാപ്പ അബൂബക്കറിനൊക്കെ മൂസാപ്പ കണ്ടപാലത്തെ കാക്കനെ അമേരിക്കാനെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ അടുത്ത വെള്ളിയാഴ്ച ഞങ്ങൾ രണ്ടാളും ഇവിടെ കാണുന്നു, നിങ്ങൾ കൊടുവള്ളി കൊല്ലാൻ ഏതെങ്കിലും പോകണം. അതെന്തിനാ ഞങ്ങൾ പറഞ്ഞു, എന്തോ ആവട്ടെ നിങ്ങൾക്ക് ഗുണത്തിനാണ്, നിങ്ങൾ പോയിക്കോളി എന്ന് പറയാം. ശരി, അവർ പോകും. അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ പാപ കുറച്ച് നേരത്തെ എത്തും പള്ളിയിൽ. അപ്പോൾ ചിലരൊക്കെ ചോദിച്ചു, അല്ല ആചാര്യ എന്തോ ഹുസുബൊക്കെ പുതിയ വാർത്തകളൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. പക്ഷേ ചിന്തകൾ കേൾക്കുന്നത് അല്ല, ഹുസുബ മലയാളത്തിലാക്കുന്നതൊക്കെ കേട്ടല്ലോ, ശരിയാണോന്ന് ചോദിച്ചു. പാപ്പ ചോദിച്ച് ഇതുവരെ ഓതി ഇങ്ങനെ മലയാളത്തിലാണോ അറബിയിലാണോ? അറബിയിൽ. പാപ്പ പറഞ്ഞു എനിക്ക് നല്ലോണം അറബി ഞാൻ കുറേ കിതാബ് ഓതിയുണ്ട്. വലിയ പള്ളിയിലൊക്കെ പോയി ഒരു ഉസ്താദ്മാരടുത്തൊക്കെ പോയി പഠിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറബി മനസ്സിലാവില്ലല്ലോ എന്ന് വെച്ചു. ആ കുറച്ചൊക്കെ മനസ്സിലാകും, നല്ലോണം പഠിക്കണമെങ്കിൽ അറബി തന്നെ ഉൾപ്പെടുണ്ടാകും എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം പറഞ്ഞ് നമുക്ക് ലളിതമായ ഭാഷയിലാവണം, ജനങ്ങൾക്കൊക്കെ മനസ്സിലാവണം എന്നൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ ഇപ്പം നമ്മൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് ഒരു അടിപിടി കത്തിക്കുത്തോണ്ടാക്കി പള്ളി പൂട്ടി. അപ്പം എപ്പോഴും റസൂലിൻ്റെ സുന്നത്ത് ചിലപ്പോൾ ഒരു വലിയ ഫിത്തന ഒഴിവാക്കാൻ ചെറിയൊരു ഫിത്തനകൾ നമുക്ക് അനുനയിക്കേണ്ടി വരും. അപ്പം എന്തായാലും അദ്ദേഹത്തിൻ്റെ ആ ദീർഘവീക്ഷണം ഏത് പ്രശ്നം വരുമ്പോഴും പതറാതെ നേരിടാനുള്ള ഒരു ആർജവം അത് ഞങ്ങളിനെ കണ്ടാണ്. പൂത്തുകണ്ടിൽ തേങ്ങലി എന്ന് പറഞ്ഞാൽ നാടിൻ്റെ ഒരു ആഘോഷമാണ്, പ്രത്യേകിച്ച് പാവപ്പെട്ട ആളുകൾ. അന്നൊക്കെ ഒരു തേങ്ങ കിട്ടാൻ അല്ലെങ്കിൽ 2 കൈ പൂള കിട്ടാൻ വളരെ ബുദ്ധിമുട്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ കാലമാണ്. എല്ലാ ദിവസവും പണി ഉണ്ടാവില്ല. അപ്പോൾ തേങ്ങ വലിക്കുന്ന സമയത്ത് നാട്ടിലെ ഞാൻ ആ വീട്ടിൽ നേരിട്ട് കണ്ട പലരും കേറി വരും, തേങ്ങ ഒന്ന് കുലുക്കിയിട്ട് അതുകൊണ്ട് പോകും. പാപ്പ അവിടെ അതൊക്കെ പഠിപ്പിക്കും, ഒരു പോകും. അപ്പോൾ ഉള്ളാലും ചിരിക്കും. കുറച്ച് കഴിഞ്ഞ് തേങ്ങ കൊണ്ടുപോയാൽ വീണ്ടും വരും. ചിലപ്പോൾ ആദ്യം തല കെട്ടിയേക്കും വരുമ്പോൾ തല കെട്ടില്ലാതെ മുണ്ടയച്ച് അല്ലടിച്ചിൽ ഇപ്പം തേങ്ങമായി കൊണ്ടുപോയത് അത് എൻ്റെ ആ കണ്ണങ്കീട്ട് കൊടുക്കാൻ ഒരു പഞ്ച് കിടക്കാൻ എനിക്കൊരു തേങ്ങ വേണം ആചാര്യ, ആ എടുത്ത് കൊണ്ടുപോടാം. അപ്പോൾ അതങ്ങനെ അതൊരു വലിയ ഒരു ഇതായിരുന്നു. നമ്മുടെ ബാപ്പുവാജി റസാഖൊക്കെ സൂചിപ്പിച്ചതുപോലെ
ഇല്ലാത്തവൻ കൈ നീട്ടിയാൽ എപ്പോഴും കൊടുക്കാൻ നീണ്ട കൈകളായിരുന്നു അവരുടെ. അത് ഒരു വലിയ കാര്യമാണ്. ഇപ്പോഴും നമുക്കറിയാം, ഇവിടെ ഇരിക്കുന്ന കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും, അതുപോലെ ബാബുവാജിയെ പോലുള്ള, കുറ്റിക്കാട്ടൂർ പുയ്യാപ്പിളെ പോലുള്ള, PC അജിയുടെ മകനെ പോലുള്ള ഈ എല്ലാ പുയ്യാപ്പിളാരും നമുക്ക് പറ്റിയ പുയ്യാപ്പിളാരാണ്. ഞാനും എൻ്റെ ഭാര്യ അജി പോകുന്ന സമയത്ത് ബാപ്പുവാജി ടാഗോർ സെൻറ്ററുകളിലും സെഞ്ചുറി ഹാളിലും ഒക്കെ ഒരുക്കിയ ചായയും പൊരിച്ച പത്തിരിയൊക്കെ വളരെ സന്തോഷത്തോടെ അഭിമാനത്തോടെ തിന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. ഒന്നും മോഹിച്ചിട്ടല്ല, ഷോ കാണിക്കല്ല, ലോകമാന്യത്തിനല്ല. ആ തെക്കുവ് കണ്ട് അള്ളാഹുവിൻ്റെ ആ വജു മാത്രം ലാക്കാക്കി ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. നമ്മൾ കുടുംബസംഗമം നടത്താന്ന് പറഞ്ഞാൽ കുറേ ആൾ കൂടി കുറേ തമാശ പറഞ്ഞ് കുറച്ച് കുട്ടികളപ്പാട്ടൊക്കെ കേട്ട് നല്ല നെയ്ച്ചോറും ബിരിയാണിയൊക്കെ തിന്ന് പേമ്പൊക്കെ വിട്ട് അങ്ങോട്ട് പോവുക, അങ്ങനെയല്ല. പല കുടുംബങ്ങളും ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ടൗൺ സ്കൂൾ ജോലി ചെയ്യുമ്പോൾ കുറ്റിച്ചിറം ഭാഗത്തൊക്കെ ബറാമി ഹൗസിലൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ചില മാഷിമാരവർ വിളിക്കുക, അങ്ങനെ നമ്മൾ പോകാൻ കാണുന്നതാണ്. അവിടെ സ്റ്റേജിൽ കുറേ പ്രമാണിമാർ അവരുടെ മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടാകുക. അവരുടെ മക്കളുടെ മാത്രം കലാപരിപാടികളാണ് ഉണ്ടാവുക, അവരുടെ മാത്രം പ്രസംഗങ്ങളാണ് ഉണ്ടാവുക. പക്ഷെ നമ്മൾ അങ്ങനെയല്ല, സമഭാവനയോടുകൂടി എല്ലാവരും ഒന്നിച്ച് ഐക്യത്തോടുകൂടി പരസ്പര സ്നേഹത്തോടു കൂടിയൊരു കാര്യമാണ്. വ്യക്തികൾ, ഒരു കുടുംബത്തിലെ അംഗങ്ങൾ എന്ന് പറയുമ്പോൾ വിഭിന്ന സ്വഭാവമുള്ളവരുണ്ടാവും, അതുപോലെ പല സാമ്പത്തിക അവസ്ഥയിലുള്ളവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരൊക്കെ ഒറ്റപ്പെട്ട മെറ്റലുകളാണ്. നമ്മൾ പൈസയിൽ എപ്പോഴും ഇങ്ങനെ മെറ്റൽ ഇറക്കുന്ന ആൾ എനിക്ക് വീട്ടിൽ എല്ലാതും അവനാ ചെയ്തിരുന്നത്. ആ മെറ്റലുകളാണ്. ഈ മെറ്റലുകൾ ആവുന്ന വ്യക്തികളെ സിമന്റ് കൊണ്ട്, അതുപോലെ നസീഹത്ത് ഗുണകാംക്ഷ എന്ന വെള്ളം കൊണ്ട്, അതുപോലെ വിട്ടുവീഴ്ച എന്നുള്ള മണൽ കൊണ്ട് കൂട്ടിച്ചേർക്കുക എന്നുള്ളതാണ് ഈ കുടുംബവേള കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഞങ്ങളുടെ എന്ന് പറയുമ്പോൾ നമ്മുടെ ചുണ്ട് കൂടുന്നില്ല. നമ്മുടെ എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ട് ചുണ്ടും കൂടും. ഇതൊക്കെ പെട്ടെന്ന് ചുണ്ടുകളുടെ കയ്യിലുണ്ടല്ലോ, വെറും ചെയ്ത് ശരിയാണോ എന്ന്. അപ്പം അത് നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഒന്നിച്ച് എന്ന് പറയുമ്പോൾ വീട്ടിൽ കണ്ടിയ കുടുംബം മാത്രം ഒന്നിച്ച്, ബാക്കിയുള്ളവരൊക്കെ അങ്ങനല്ല. നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ല, നമുക്കറിയാം. ഇവിടെയൊക്കെ ഉണ്ടാകാൻ പഴയ കാലത്തൊക്കെ നോമ്പ് തുറകൾ, അതൊക്കെ ക്ലാസിക് ഉദാഹരണങ്ങളാണ്. കാരണം പലരും നമ്മൾ നോമ്പുറക്കുക, നമുക്ക് ഏറ്റവും വേണ്ട വയ്യാപ്പെടാനും വേണ്ടപ്പെട്ട ആൾക്കാരെ സാമ്പത്തികമായി നമ്മൾ ഒപ്പമുള്ള ആൾക്കാരൊക്കെ വിളിക്കാം. പക്ഷേ പൂത്തങ്കണ്ടിയും മൂസക്കായും മമ്മിക്കായും അതുപോലെ കണ്ടപാലത്തെക്കാരെയും വിളിച്ച് ഞാൻ പലപ്പോഴും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അവിടെ വലിപ്പച്ചെറുപ്പൊന്നുമില്ല, കാണലൊക്കെ നോമ്പ് പാടൊന്നും തുറക്കാൻ പാടുന്നത്. അങ്ങനെ അതൊരു വല്ലാത്ത ഒരു ഇതാണ്. ഒരുപാട് പലഹാരങ്ങളും വിഭവങ്ങളും ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ആ സ്നേഹത്തോടു കൂടി തരുന്ന അതിൻ്റെ ഒരു രുചി ഇനി ദുനിയാവിൽ എൻ്റെ മരണം വരെ എനിക്ക് കിട്ടും തോന്നില്ല. നമ്മൾ എന്തൊക്കെ വിഭവങ്ങൾ നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ അത് ആ ഒരുമ വലിയൊരു കാര്യമാണ്. ഏതായാലും നമ്മളെല്ലാവരും ഒരു കുടുംബങ്ങളാണ്. കുറേ കൂടി വിശാലമായിട്ട് പറഞ്ഞാൽ എല്ലാ മുസ്ലിം സഹോദരങ്ങളും സഹോദരന്മാരാണ്. നമുക്ക് ഒരുപാട് സമ്പത്ത് ചിലപ്പോൾ ഉണ്ടാവും, ഒരുപാട് സന്താനങ്ങളുണ്ട്. അപ്പോൾ അൽക്കാബ് സൂകളിൽ നമ്മളെപ്പോഴും ഓതുന്നതാണ്, എന്താണ് അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുൽ ദുനിയ വൽ ബാഖിയാത്തു സാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക തവാബൻ ഖൈറുൽ അമല. അപ്പോൾ ഈ സന്താനങ്ങൾ, അതുപോലെ സമ്പത്ത്, ചിലപ്പം കൊട്ടാരം പോലുള്ള വീടുകളുണ്ടാവും, മുറ്റത്ത് തന്നെ 4-5 AC കാറുകളുണ്ടാവും, ഒരുപാട് വലിയ ഷോപ്പുകളുണ്ടാവും, മക്കളൊക്കെ വലിയ നിലയിലുണ്ടാവും. ഇതൊക്കെ കണ്ട് നമുക്ക് ഞെളിയാനോ അഹങ്കരിക്കാനോ യാതൊരു വകുപ്പില്ല. കാരണം ഇതൊന്നും ഇന്ന അല്ല, മമ്മ എൻ്റെതല്ല. സംസ്കൃതം ഇതം ഇന്ന മമ്മ, ഇതൊന്നും എൻ്റെതല്ല.